കേരളത്തിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നതാണ് ഉചിതമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. SIR-മായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ടെന്നും ഹൈക്കോടതി പറഞ്ഞു. മെയ് മാസത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നും അതിനാൽ തിരക്ക് പിടിച്ച് SIR നടപ്പിലാക്കേണ്ട കാര്യമില്ല എന്നുമായിരുന്നു സർക്കാരിന്റെ വാദം. സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ ഹൈക്കോടതി നാളെ ഉത്തരവിറക്കും. മുഹമ്മദ് മുജ്തബ വിശദാംശം നൽകും. മുജ്തബ, സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിവിധ സംസ്ഥാനങ്ങളുടെ കേസുകളുണ്ട്, അതിന്റെ കൂട്ടത്തിലേക്ക് വെക്കാം എന്നതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതിന് സംസ്ഥാന സർക്കാരിന്റെ മറുപടി എന്തായിരുന്നു? അപ്പം നാളെ ഈ വിഷയത്തിൽ ഒരു ഉത്തരവിറക്കുമെന്ന് കേൾക്കുന്നുണ്ടല്ലോ, അതെന്തായിരിക്കും? സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ മെയ് മാസത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തിരക്ക് പിടിച്ച് SIR നടപടികൾ ഇപ്പോൾ നടപ്പിലാക്കേണ്ടതില്ല എന്നാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് മെയ് മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് എങ്കിലും മാർച്ച് ഏപ്രിൽ മാസങ്ങളോടുകൂടി വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റു നടപടികൾക്ക് സമയമുണ്ടാകില്ല. അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഈ 2-3 മാസങ്ങൾ കൊണ്ട് ജനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്ക് അന്തിമമായി ഇതിന്റെ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പെട്ടെന്ന് തന്നെ SIR പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനാൽ സമയം കുറവാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ പറഞ്ഞത് 1,76,000-ലധികം ഉദ്യോഗസ്ഥരെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആവശ്യമുണ്ട്. ഉദ്യോഗസ്ഥർ തന്നെ അങ്ങനെ നിയമിക്കേണ്ടതുണ്ട്. മാത്രമല്ല 68,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെ മറ്റു സുരക്ഷാ നടപടികൾക്കായി നിയോഗിക്കണം. ഇങ്ങനെ വരുമ്പോൾ അത് ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു ഗുരുതര പ്രതിസന്ധി ഉണ്ടാക്കും. ഉദ്യോഗസ്ഥ ക്ഷാമം തന്നെ ഉണ്ടാക്കും. എല്ലാ നടപടികൾക്കും ഒരേ സമയം ഇത്രയധികം ആളുകളെ ഒരുക്കുക എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയാണ്. സർക്കാരിനെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്ന നടപടിയാണ്. സംസ്ഥാന സർക്കാർ ഒരിക്കലും SIR നടപ്പിലാക്കേണ്ട എന്നല്ല ഈ ഘട്ടത്തിൽ വാദിക്കുന്നത്. കാര്യം തുടക്കത്തിൽ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥൻ കോടതിയിൽ പറഞ്ഞത് കേന്ദ്രം ഇങ്ങനെ ഒരു നീക്കുപോക്ക് നടക്കുമ്പോൾ പല സംസ്ഥാനങ്ങളും അത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനും സുപ്രീം കോടതിയെ സമീപിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞത് ഇത് SIR നടപ്പിലാക്കുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയല്ല. കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യം ഇപ്പോൾ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് പോവുകയാണ്. ഡിസംബർ 20-നകം കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.